ഈ സിനിമകളുടെയൊക്കെ പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണോ നീതി നിഷേധിക്കപ്പെടുന്നത് അവർ നീതിക്ക് വേണ്ടി നടത്തുന്നതായിട്ടുള്ള പോരാട്ടങ്ങളുടെ കലാപങ്ങളുടെ കഥ പറയുന്ന സിനിമകളാണ് അത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജാതീയമായിട്ടുള്ള വെറിയുടെ കഥ പറയുന്ന സിനിമകൾ, പോലീസ് രാജിൻ്റെ കഥ പറയുന്ന സിനിമകൾ, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നതായിട്ടുള്ള പോരാട്ടത്തിൻ്റെയും കലാപത്തിൻ്റെയും സിനിമകൾ, ഒഡേസ പടവുകളിൽ നടന്ന അത്യുജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമ, അങ്ങനെ നിരവധി പോരാട്ടങ്ങളുടെയും കലാപങ്ങളുടെയും കഥ പറഞ്ഞ് കാണികളുടെ മനസ്സിനകത്ത് കത്തുപിടിപ്പിക്കുന്നതായിട്ടുള്ള സിനിമകളാണ് ശരി. സിനിമകളെ പ്രേമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമകളെല്ലാം ലോകോത്തരമായിട്ടുള്ള സിനിമകളാണ്. അവ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഗസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെയുള്ള ഒരു പ്രശ്നമാണ് അത് ശരി. ടി വി ചന്ദ്രൻ തന്നെ പറഞ്ഞത്, ഇങ്ങനെ പോയാൽ നാളെ നിങ്ങൾ പറയും നാവടക്കൂ, സംസാരിക്കരുത്, ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാൻ പാടില്ല, ശബ്ദിച്ചാൽ ജയിലിലിടും. ഇതാണ് ഹിറ്റ്ലർ പണ്ട് പറഞ്ഞിരുന്നത്.